ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്ന് വർക്കൊന്നുമില്ലാത്ത ഒരു വീക്കെൻഡാണ്. സോ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികൾ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട്. അപ്പം അവർക്ക് തീറ്റ കൊടുത്തിട്ടും അവരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ മോർണിംഗിലും എൻ്റെ ഒരു അന്നത്തെ ദിവസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതി വയ്ക്കും. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കും. എന്നിട്ട് അന്നേ ദിവസം രാത്രി അത് ചെയ്തതെല്ലാതും ടിക്കിടും, ചെയ്യാത്തത് ഇൻഡിടും. എന്നിട്ട് എനിക്ക് തന്നെ ഒരു മാർക്കിടും. അപ്പോൾ നമുക്ക് എത്രത്തോളം പ്രൊഡക്റ്റീവായി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം അനലൈസ് ചെയ്യാനായിട്ടത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയണത് ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാതും അഴിച്ചു വയ്ക്കലാണ്. അപ്പോൾ ഈ സോഫയ്ക്ക് ഒരു റെഡ് കളറ് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കവറ് ഞാൻ ക്രിസ്മസ് പ്രമാണിച്ചിട്ടതാണ്. അപ്പം അതെല്ലാതും അഴിച്ച് സോഫ ഒന്ന് വൃത്തിയാക്കി പഴയ പോലെ ആക്കി വെക്കാൻ പോവാം. അപ്പോൾ കർട്ടനും ഞാൻ മാറ്റിയിരുന്നു. അപ്പം ഈ ബ്രൗൺ കളർ കർട്ടൻ മാറ്റിയിട്ട് ഒരു ഗ്രീൻ കളർ കർട്ടൻ ഇടുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുടക്ക ദിവസങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു എഗ്ഗ് സാൻഡ്വിച്ചാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എഗ്ഗും പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം എടുക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ക്യാരറ്റ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടാം. ഇനി നമ്മൾ ഈ എഗ്ഗും അതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാതും കൂടിയിട്ട് ഈ ബ്രെഡിൽ വെക്കണം. സ്പൈസി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് സോസ് ഒഴിച്ചിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇനി ബ്രെഡ് കുറച്ചും കൂടി മൊരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലോ ഫ്ലെയിമിൽ ഒരു പാനിൽ രണ്ട് സൈഡും ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ക്രിസ്പി ആവും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ വീടിൻ്റെ മുന്നിൽ പുൽക്കൂട് ഉണ്ടാക്കിയതൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അഴിക്കലാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ഈ രൂപങ്ങളെല്ലായിടത്തും ഞാൻ ഷോക്കേസിൽ വെച്ചു. ഞാൻ ഷോക്കേസിലാണ് എല്ലായ്പ്പോഴും ഇത് വെക്കാറുള്ളത്. പിന്നെ നമ്മൾ കൂടുണ്ടാക്കിയത് ഒരു സ്റ്റോറേജ് ബോക്സ് കൊണ്ടാണ്, വൈറ്റ് കളറുള്ളത്. അതെൻ്റെ ചാർജറും മൗസൊക്കെ വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സായിരുന്നു. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ട് എൻ്റെ പഴയ സാധനങ്ങളൊക്കെ അതിൽ വെച്ച് അടച്ചു വയ്ക്കുമ്പോൾ
പിന്നെ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ബോൾ, സ്റ്റാർ, അരങ്ങുകൾ അതെല്ലാം ഇനി നമുക്ക് യൂസ് ചെയ്യില്ല, അതിന് അടുത്ത കൊല്ലം എടുക്കുള്ളൂ. അപ്പോൾ അത് പൊടി പിടിക്കാതെ ഒരു നല്ല പാക്ക് ചെയ്ത് കവറിലൊക്കെ ആക്കി ഒരു ബാഗിലാക്കി ഞാനത് മുകളിലേക്ക് വെക്കും. അപ്പോൾ പിന്നെ അടുത്ത കൊല്ലം അത് റീയൂസ് ചെയ്യാം, എപ്പോഴും പുതിയ സാധനങ്ങൾ വാങ്ങണ്ടല്ലോ. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ടേബിളും തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ അകത്ത് കൊണ്ടിടണം. അത് അകത്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ തിരിച്ചൊരു ഫ്ലവർ വേസിലേക്ക് ആക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് കുറേ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനം മാറ്റിയിരുന്നു. പുൽക്കൂടിലേക്ക് കുറേ ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് ഇതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ന്യൂ ഇയറിൻ്റെ എല്ലാത്തിൻ്റെയും തിരക്ക് കാരണം ചെടികളൊന്നും നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫോൺസിലൊക്കെ കുറേ ഇലകൾ വെറുതെ കരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ചെടികൾക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് വൃത്തിയാക്കി. പിന്നെ അവിടെ ഫ്ലോറ് നിറയെ കരടായി ഉണ്ടായിരുന്നു വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതെല്ലാം അടിച്ചു വാരിയിട്ട് ഒന്ന് ക്ലീനാക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലീനിങ് വർക്ക് ഇന്നത്തെ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി. ഇനി എനിക്ക് ലഞ്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ചീരക്കറി വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ബാൽക്കണിയിൽ ലൈറ്റ്സൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ വലുതായിട്ട് നല്ലതായിട്ടൊന്നും വളരുന്നില്ല അത്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് ഒരു നേരമൊക്കെ കറി വയ്ക്കാനുള്ള ചീര കിട്ടും, നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇന്ന് എൻ്റെ തോട്ടത്തിലെ ചീരയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ചീര വലുതായി നിൽക്കുന്ന ചീര മുഴുവനും പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചെറിയൊരു മോർണിംഗിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാതും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.